നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്നും അതൊരു ആത്മഹത്യ അല്ല, മറിച്ചൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ ചില സംശയങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നവീൻ കുമാറിൻ്റെ ബന്ധുവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തങ്ങൾക്ക് സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടുവോ എന്നൊരു സംശയം നിലനിൽക്കുകയാണ്. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒരു വിഷയമുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിരുന്ന ഒരു കാര്യം നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന വിവരം. ആ വിവരമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്നത്. എന്നാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഈ വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം അടക്കം ഉന്നയിക്കുന്നത്. കുടുംബം ഇപ്പോൾ CBI അന്വേഷണത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്തുകയാണ്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയുമാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള സംശയങ്ങളുമായി കുടുംബം രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയാണോ എന്ന ഒരു സംശയം തന്നെ ഇപ്പോൾ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്ത ഒരു അന്വേഷണം വേണം. കേരള പോലീസ് അന്വേഷിച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് തുമ്പുണ്ടാവുകയില്ല. തീർച്ചയായും ഒരു കേന്ദ്ര ഏജൻസി വരണം എന്നാണ് ഇപ്പോൾ കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിനായി അവർ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അത് സത്യത്തിൽ ഇന്ന് കേരളം അറിഞ്ഞ ഏറ്റവും വലിയ ഒരു വാർത്തയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു. ഇത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ വിഷയം പരാമർശിക്കപ്പെടാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്തരത്തിലുള്ള ദുരൂഹ സാഹചര്യങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും ചർച്ചയാകുമ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് മറ്റൊരു സ്ഥാപനവുമല്ല, മറിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന വിവാദങ്ങളുടെ കളിത്തോഴനായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. കാരണം പരിയാരം മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് ആ സമയം തന്നെ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആദ്യം ആവശ്യപ്പെട്ടത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ്. പക്ഷേ കുടുംബത്തിൻ്റെ താല്പര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുകയായിരുന്നു. PP ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ നവീൻ ബാബുവിനെതിരെ പിന്നീട് കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്നത് ഇതേ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അവിടേക്ക് മൃതദേഹം കൊണ്ടുപോകരുത്, അങ്ങനെയായാൽ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെടും, കുടുംബത്തിൻ്റെ താല്പര്യം കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കുടുംബവും ആ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. അതായത് പരിയാരത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, കോഴിക്കോടേക്ക് കൊണ്ടുവരണം എന്നാണ്. പക്ഷേ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം സംശയത്തിന് ആസ്പദമായി പറയുന്ന ഒരു കാര്യം. ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥാപനമാണ്. കാരണം 1993 ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലയിൽ സ്ഥാപിതമാകുന്നത്. അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി MV രാഘവനാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ സ്ഥാപിക്കുവാനും K. കരുണാകരൻ ചെയർമാനും അതുപോലെ തന്നെ മറ്റ് പ്രതിനിധികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജിന് തുടക്കമിടുന്നത്. ഹഡ്കോ ഉൾപ്പെടെയുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്തുകൊണ്ട് മൂലധനം സമാഹരിക്കുകയും സർക്കാർ ഇതിന് ഭൂമി വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ സഹകരണ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരുന്നതിനെതിരെ CPM വലിയ സമരമാണ് അന്ന് ആ കാലഘട്ടത്തിൽ നടത്തിയത്. ആ സമരങ്ങൾ ഒടുവിൽ ഈ പരിയാരം മെഡിക്കൽ കോളേജിനെ ചൊല്ലിയുള്ള സമരങ്ങളാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പോലും കലാശിച്ചത് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇത് പിന്നീട് അങ്ങനെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് മാറുകയായിരുന്നു. 1997 സർക്കാർ ഈ ആശുപത്രി ഏറ്റെടുത്തെങ്കിലും 4 വർഷം കഴിഞ്ഞ് 2002 ഇത് വീണ്ടും ഒരു സ്വാശ്രയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സഹകരണ മാനേജ്മെൻറ്റിന് തന്നെ കൈമാറുകയായിരുന്നു. 1995 ആദ്യ MBBS ബാച്ച് ഈ ആശുപത്രിയിൽ തുടങ്ങുന്നത്. മാത്രമല്ല 2007 ഈ സഹകരണ ആശുപത്രി, അതായത് ഏറ്റവും അധികം CPM എതിർക്കുകയും ഇതൊരു ഈ നയത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ യുദ്ധം നടത്തുകയും ഒക്കെ ചെയ്ത CPM 2007 ഈ പരിയാരം മെഡിക്കൽ കോളേജ് പിടിച്ചെടുക്കുന്നതാണ് കണ്ടത്. പിന്നീട് CPMൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു വേദിയായി പരിയാരം മെഡിക്കൽ കോളേജ് മാറി. എന്തിനും
എന്തിനും ഏതിനും ഇതുപോലെയുള്ള പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കൽ, പാർട്ടി സഖാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ മക്കൾക്ക് അനധികൃതമായി സീറ്റ് ഒപ്പിക്കൽ, അതോടൊപ്പം തന്നെ പാർട്ടി സഖാക്കൾക്കും അതുപോലെ തന്നെ ക്രിമിനലുകൾക്കുമൊക്കെ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഈ ഒരു ആശുപത്രി, അങ്ങനെയൊക്കെയുള്ള ഒരു CPM വിചാരിച്ചാൽ എന്തും നടക്കും എന്നൊരു രീതിയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് പിന്നീട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. TK ഗോവിന്ദനും അതുപോലെ തന്നെ MV ജയരാജനും ഒക്കെ ഇതിൻ്റെ തലപ്പത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഇതിലേറ്റവും, അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ നേരിട്ടത് പിൻവാതിൽ നിയമനങ്ങളിലാണ്. 1995 മുതൽ 2007 വരെ ഈ ആശുപത്രിയിൽ വെറും 950 സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2007 CPM ഇത് പിടിച്ചെടുത്തതിന് ശേഷം 1000-ലധികം ജീവനക്കാരെയാണ് പിന്നീട് പുതുതായി റിക്രൂട്ട് ചെയ്തത്. 2019 ഇത് വീണ്ടും സർക്കാർ സ്ഥാപനമായി, അല്ലെങ്കിൽ സർക്കാർ ഈ ആശുപത്രിയെ ഏറ്റെടുക്കുന്നുണ്ട്. അതിലും ചില ദുരൂഹതകളുണ്ട്. അതായത് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ 2000-ഓളം ജീവനക്കാർ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ആശുപത്രിക്ക് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു. ഈ ബാധ്യതയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ ജീവനക്കാരെയെല്ലാം, CPM തിരികെ കയറ്റിയ ജീവനക്കാരെയെല്ലാം സർക്കാർ ജീവനക്കാരാക്കി മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ 2019 ഈ ആശുപത്രി സർക്കാർ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശാന്തൻ്റെ കാര്യം വന്നപ്പോൾ ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞത് പ്രശാന്തൻ സർക്കാർ ജീവനക്കാരനല്ല എന്നാണ്. അതായത് ഇത്തരത്തിൽ ഉള്ള അന്ന് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായ ചില ജീവനക്കാർ, ആ ജീവനക്കാരൊക്കെ സർക്കാർ ജീവനക്കാരായി മാറുന്നതിൻ്റെ പ്രക്രിയ അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നതേയുള്ളൂ എന്ന് മാത്രമാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത്. അതായത് ഇപ്പോഴും ഈ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി മാറ്റുന്ന ഒരു പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ അതേസമയം സർക്കാർ ജീവനക്കാർക്ക് വേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ ദുരൂഹതയിലാണ് ഇപ്പോഴും ഈ സ്ഥാപനം കടന്നുപോകുന്നത്. ഈ സ്ഥാപനത്തിലാണ് നവീൻ ബാബുവിൻ്റെ മൃതദേഹം കൊണ്ടുവന്നതും പോസ്റ്റ്മോർട്ടം ചെയ്തതും, അതും ബന്ധുക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി. പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ വലിയ സംശയവും ചോദ്യചിഹ്നവും ഒക്കെ ബന്ധുക്കൾ ഉയർത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.